വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല അസല് കാറ്റ്, മഴ, ഇടി, മിന്നലൊക്കെ ആയിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇതാണ് അവസ്ഥ. കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വരും, പിന്നെ മഴ അങ്ങനെ പെരുമഴയല്ല, ഒന്ന് ചാറും, നല്ല ഇടിയും മിന്നലും ഉണ്ട്. അത് രാത്രിയിലൊക്കെ കൊടുക്കുവാന്നേ. അപ്പം ഇന്ന് ഞാൻ ആദ്യം നമുക്ക് കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മാലഡു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ മാലഡു എന്ന് പറയും ഇതിന്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ ചട്നി ദാൽ ഉണ്ടല്ലോ, പൊട്ടുകടല, അത് ദേ മിക്സിയിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര, മധുരത്തിന് നമ്മുടെ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നന്നായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടും. ഇതൊക്കെ ഞാൻ വീട്ടിൽ പണ്ട് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന സ്വീറ്റ്സ് എന്ന് പറയാം. ഞാൻ നേരത്തെയും ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ പഠിച്ചപ്പോൾ, അയ്യരുമാരായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ അമ്മ എനിക്ക് ലഡു മാലഡു ഒക്കെ കൂടെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഞാൻ ശങ്കുവിന് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാറ്. ഞാൻ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്ന് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് പരത്തിയിട്ട് പിന്നെ കൈ വെച്ച് ദേ ഉരുട്ടിയെടുത്തു. അപ്പോൾ കുറച്ചല്ലേ നമ്മൾ എടുത്തത്, ഒരു 5-6 ലഡു എന്തായാലും കാണും. അങ്കൂന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേ ഞാനങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യ് പതുക്കെ ചേർത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. രാവിലത്തെ വിശേഷം പറഞ്ഞാൽ ദേ രാക്കെ ഓഫീസിൽ പോകാൻ പോവാണ്. അങ്കൂനപ്പോൾ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുകയേ. വീണ്ടും നമ്മൾ നമ്മുടെ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആണെങ്കിൽ സീസണലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആയിരിക്കും കുറച്ച് നാൾ, പിന്നെ അത് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് കുറച്ച് ഹെൽത്തി വേർഷൻ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ ആപ്പിളും പഴവും ബ്രെഡും ജാമും, ബ്രെഡൊന്ന് നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ട് അതായിരുന്നു രാക്കേക്ക് കൊടുത്തത് കേട്ടോ. അതേ മഴ ഒന്ന് ചാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മഴ ഇങ്ങനെ പെരുമഴ പോലെ പെയ്ത് നിൽക്കത്തില്ല, ഇടയ്ക്ക് നല്ല ശക്തിക്ക് പെയ്ത് നിൽക്കും, ചാറും അതൊക്കെ തന്നെ. അങ്കൂന് ഇതേ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ചീസും നമ്മുടെ പിസ്സ ഹെർബ്സും അതുപോലെ തന്നെ ക്രഷ്ഡ് ചില്ലിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പഴവും ആപ്പിളും. ഞാനും കുറച്ച് ആപ്പിളും പഴവും കഴിക്കും, ചിലപ്പം ബ്രെഡ് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ മുട്ടയായിരിക്കും മെയിൻലി കഴിക്കുന്നത്. ഒരു ബുൾസ് ഞാൻ ഡെയിലി മുട്ട എടുക്കും കേട്ടോ. ഏതെങ്കിലും രീതിയിൽ ഞാൻ മുട്ട എടുക്കാൻ ശ്രമിക്കും. ഇന്ന് ഞാൻ ജസ്റ്റ് 2 മുട്ട ഇതുപോലെ ബുൾസ് ഉണ്ടാക്കി ഞാൻ കഴിക്കുകയാണ്. ബ്രെഡൊന്നും എനിക്ക് വേണ്ട. ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും, പഴവും ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് കഴിക്കും. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ, പലപ്പോഴും പല രീതിയാണ്. ദേ കാറ്റ് നോക്കിയേ, നമ്മളെയും കൂടെ പൊക്കിക്കൊണ്ടു വന്ന കാറ്റെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു കാറ്റാട്ടോ. അതേ ശബ്ദവും ഉണ്ടേ, ഇടയ്ക്ക് മഴയും ചാറും. കാറ്റിൻ്റെ കഥ ഇപ്പം തുറക്കണ്ട. എന്തൊക്കെയോ പറന്ന് എവിടേക്കോ വീഴുന്ന ശബ്ദവും നമുക്കിങ്ങനെ കേൾക്കാം. ഈ ഡാബറിന്റെ റോസ് വാട്ടർ ആട്ടോ പനിനീര്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഗ്ലിസറിൻ വാങ്ങിച്ചത് കാണിച്ചില്ലേ, അതിനകത്ത് പനിനീരും കൂടെ ചേർത്ത് ഇങ്ങനെ ഇടാന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇവിടെ ഉള്ള 1-2 പേര് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കൂനും ഇട്ട് കൊടുക്കാം, ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. വെളുക്കാനൊന്നുമല്ല, ഒരു ഗ്ലോ വരും എന്ന് പറഞ്ഞ് കേട്ടു. ടാനിങ്ങിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലഞ്ചിന് ഇതേ ഞാൻ ചക്കക്കുരു ആട്ടോ, ഇത് തേങ്ങ അരച്ച് ഒഴിച്ചുകറി പോലെ ആട്ടോ, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ സൈഡ് ഡിഷായിട്ട് എന്താ, ഒരു ഉപ്പേരി വേണമല്ലോ. വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴും ഓൾമോസ്റ്റ് കിട്ടുന്ന സമയത്ത് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വെണ്ടയ്ക്ക. കുറേശ്ശെ വാങ്ങിച്ചിട്ട് ഒരു നേരം ഒന്ന് മെഴുക്കുരുട്ടി എടുത്താൽ മതിയല്ലോ. ഒന്നുമില്ല, ഞാൻ എണ്ണയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അത് മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ക്രഷ്ഡ് ചില്ലി ഉപ്പും, ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ബിന്ദി ദോ പ്യാസ എന്ന് പറയുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ഖരാര ഒരു ഫ്ലേവറിൽ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി. ഞാൻ ഉറച്ചു വെച്ച തൈരാണ്. നമ്മൾ ഉറയ്ക്കുന്ന തൈരിന് നല്ല നെയ്യും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണ് അവർ തരുന്നത്. നമ്മുടെ ഒരു തൈരിന് വേറൊരു ടേസ്റ്റാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ചോറും വെച്ചു, ആ ചിക്കൻ അച്ചാറുണ്ട്, നമ്മുടെ കൊഞ്ചുപൊടിയുണ്ട്. അതേ മഴ പെയ്യുന്നുണ്ടോ, ഇടി നല്ലതായിട്ടുണ്ട്, കേൾക്കാമോ നിങ്ങൾക്ക്? ശക്തിക്കുള്ള മഴ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കൂടുതലും കാറ്റാണ്. ആദ്യം നമ്മുടെ മാവ് കണ്ടോ, ചെറിയ മാങ്ങ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. അത് ഒന്ന് മഴയൊക്കെ തോന്നുന്ന നല്ലൊരു ക്ലൈമറ്റ് വരുമ്പോൾ ഞാൻ അതിനെ ചുറ്റിയിട്ട് നമ്മുടെ മാങ്ങ പിടിച്ച് കുഞ്ഞായിട്ട് കിടക്കുന്ന കാണിച്ചു തരാവേ. ക്ലൈമറ്റ് ഇപ്പം നല്ലൊരു സുഖമുള്ളൊരു ക്ലൈമറ്റാട്ടോ. ഇവിടെ ചൂടുമല്ല തണുപ്പുമല്ല, നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ്. അങ്കുദേ ഇവിടെ വന്നു വെച്ചാലേ രാക്കെ പുറത്ത് നിൽപ്പുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അതിന് സഞ്ചി എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഇവൻ തന്നെ വിളിച്ചിട്ട് അവൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ രാക്കെ വേറെ എന്തെങ്കിലും പച്ചക്കറിയോ കാര്യങ്ങളോ കൂടെ വാങ്ങിച്ച് കാണും. അപ്പോൾ എന്തായാലും സഞ്ചി കൊടുക്കാം. സഞ്ചി കൊടുക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കാണാം. അപ്പോൾ എന്തേ സഞ്ചിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും പച്ചക്കറി ആയിരിക്കും കേട്ടോ, നല്ല ഫ്രഷ് പച്ചക്കറി കണ്ട് കാണും.
അതേ വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞ സാധനം ഏതൊക്കെയാണെന്നറിയാമോ? ബ്രെഡ്. അവൻ ഈ ബ്രെഡ്, ജാം, ചീസ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്നാക്ക് മഞ്ചിങ്ങിന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതേ മാഗി കണ്ടോ, എല്ലാ ആഴ്ച ഒരു ദിവസം ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അവന് ഇഷ്ടമാണ്, പിള്ളേർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. ആഴ്ച ഒരു ദിവസം ഒന്നും കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ നമ്മൾ ഹെൽത്തി ഫുഡ്സൊക്കെ കൊടുത്താൽ മതി. പിന്നെ അതേ ഐസ്ക്രീം, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നത്തില്ലേ. ഐസ്ക്രീം 2 ഫ്ലേവറാണ്, ഒരെണ്ണം അമൂലും ഒരെണ്ണം വാടിലാലും എന്ന് പറഞ്ഞൊരു ബ്രാൻഡാട്ടോ. അമൂലിൻ്റെ സ്ട്രോബെറി, ഞാൻ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമേ അല്ല ഫ്ലേവർ. ഇത് മാംഗോ ആൽഫം, അതെനിക്കിഷ്ടാട്ടോ. പിന്നെ സംഭവങ്ങൾ പഴമുണ്ട്, പച്ചക്കറി, വെണ്ടയ്ക്ക. ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക നല്ല ഫ്രഷ് ഉണ്ടെങ്കിൽ എപ്പോൾ കണ്ടാലും രാക്കയെ വാങ്ങും. ഇവിടെ ഞങ്ങൾ 3 പേർക്കും ഇഷ്ടമുള്ള സംഭവം വെണ്ടയ്ക്ക, പെട്ടെന്ന് കാക്കി എടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അടിയിലൊരു കുഞ്ഞു മത്തങ്ങയാണെന്ന് തോന്നുന്നു. പാൽ എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ പഴവും ഇതൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഷാർജ പോലെ നമ്മുടെ ബൂസ്റ്റ് സർബത്ത്, ബോൺവിറ്റ ഇട്ടിട്ട്, ബൂസ്റ്റ് അല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബോൺവിറ്റ ഉള്ളത്, അതിട്ടിട്ട് ഒരു സർബത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ വ്ലോഗുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന സംഭവമല്ലേ അതൊക്കെ. ഒരെണ്ണം നമ്മുടെ A2 ബഫല്ലോ മിൽക്കാണ്, നല്ല ടേസ്റ്റ് ആണെന്നാണ് അങ്കു പറയുന്നത്. അങ്കുവിന് ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ ബഫല്ലോ മിൽക്ക്. നമ്മൾ ബില്ലുവിൻ്റെ പാലും വാങ്ങാറുണ്ട്, വീട്ടിൽ നിന്ന് ഉള്ള പശുവും പാലും വാങ്ങാറുണ്ട്. പിന്നെ ഇങ്ങനെ കവർ പാൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വെച്ചു. പിന്നെ എന്താ, മത്തങ്ങ ഉണ്ടോ, ഒരു കുട്ടി മത്തങ്ങ. നമ്മുടെ വിഷുവിനൊക്കെ വെക്കാൻ പറ്റുന്ന പച്ചയും മഞ്ഞയും കളറാണല്ലോ, അപ്പോൾ വിഷുവിന് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മത്തങ്ങ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നാളെ ഇവനെ അങ്ങ് കറി വെച്ചേക്കാം. എല്ലാം ഒന്ന് ഒതുക്കി വിളക്കൊക്കെ കത്തിച്ചു. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കണ്ടേ. അങ്കൂതേ അവന് സ്കൂൾ വർക്കല്ലേ അടുത്ത ആഴ്ച, അപ്പോൾ അവൻ ഇനി അങ്ങ് ബിസി ആകും. ഇപ്പോൾ എൻ്റെ ചിങ്കിടി പോലെ പുറകെ ഉണ്ടായിരുന്നേ. ഡിന്നറിന് ഞാൻ പനീറാണ്, അപ്പോൾ അതേ പനീറിൻ്റെ സെറ്റപ്പ് എല്ലാം മസാലയൊക്കെ ഇട്ടൊന്ന് ആറാൻ വെച്ചു. ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം. ആറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കാഷ്യൂസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളല്ലാതെ കാഷ്യൂസൊക്കെ കഴിക്കുക, അതിനകത്ത് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറൊന്നുമില്ല. ചില സമയത്ത് ആഡ് ചെയ്യും. ഇതിപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് അരച്ചെടുത്തു. പിന്നെ പനീർ ക്യൂബ്സ് ഇട്ടു. നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി. അരി ഉഴുന്ന് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണ്ടേ. നമ്മുടെ സ്ഥിരം ഇപ്പോഴത്തെ ഫുഡല്ലേ, ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് ഇപ്പോൾ ഇഡ്ഡലി. അപ്പം ഇഡ്ഡലിയുടെ മാവും സെറ്റാക്കിയതിന് ശേഷം പൂരിയാണ് ഉണ്ടാക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. പൂരി ആകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തിയുടെ അത്രയും ഗ്യാസ് കൺസംഷൻ വരത്തില്ലല്ലോ. ചുമ്മാ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടല്ല കേട്ടോ പൂരി കഴിക്കാൻ തോന്നി. ഈ പനീറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ചില സമയത്ത് പൂരി, ചില സമയത്ത് ചപ്പാത്തിയും പൂരിയാണ് ഈ പനീർ കറിയുടെ ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അതേ പൂരിയും ചുട്ടെടുത്തു. ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന മയിലിൻ്റെന്ന് കിട്ടിയ മയിൽപ്പീലിയാണേ. നല്ല ഭംഗിയില്ലേ, വലിയൊരു മയിൽപ്പീലി. ചിലപ്പം വലിയ ഇതൊന്നും ഇല്ലാത്തായിരിക്കും, ചിലപ്പോൾ നല്ല കിട്ടും. ഇത് നല്ലൊരെണ്ണ കിട്ടിയ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.